ലോകമൊട്ടാകെ മോഹൻലാലിൻ്റെ ആരാധകർ കാത്തിരുന്ന എമ്പുരാൻ ഇന്ന് തിയേറ്ററിലെത്തിയിരിക്കുന്നു. ഓരോ തിയേറ്ററിലും ആരാധകർ ആർപ്പുവിളിയോടെയാണ് ഈ സിനിമ സ്വീകരിക്കുന്നത്. ഈ പൃഥ്വിരാജിൻ്റെ കടുത്ത ആരാധകനായ രജീഷ് കുന്നപ്പിള്ളി നമ്മോടൊപ്പം ഉണ്ട്. ഈ പെരിന്തൽമണ്ണയിലെ വിസ്മയ തിയേറ്ററിൽ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇതിലെ കഥാപാത്രമായ പൃഥ്വിരാജിൻ്റെ കഥാപാത്രമായ സെയ്ദ് മസൂദിൻ്റെ വേഷത്തിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ പ്രേക്ഷകർ ഇത് കണ്ടു കഴിഞ്ഞാൽ സെയ്ദ് മസൂദ് നമുക്ക് പ്രേക്ഷകർക്കൊപ്പം ചേരാം. പൃഥ്വിരാജിൻ്റെ കടുത്ത ആരാധകനാണ്. പൃഥ്വിരാജിൻ്റെ ഏത് സിനിമ വന്നാലും പെരിന്തൽമണ്ണയിലെ തിയേറ്ററിൽ നിറസാന്നിധ്യമാണ് ഈ രജീഷ് കുന്നപ്പിള്ളി. ആടുജീവിതം വന്നപ്പോൾ ആടുജീവിതത്തിലെ വേഷപ്പകർച്ചയായിരുന്നു, ഇപ്പോൾ സയ്യിദ് മസൂദിൻ്റെ വേഷപ്പകർച്ചയാണ്. പൃഥ്വിരാജിനോടുള്ള ഈ കടുത്ത ആരാധന എന്നു മുതലുണ്ടായതാണ്? രാജുവേട്ടൻ്റെ നന്ദനം ഫിലിം കണ്ട മുതലേ എനിക്ക് പൃഥ്വിരാജിനോടുള്ള ആരാധന ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പുള്ളിയുടെ എല്ലാ റോളും ഏത് സിനിമ ചെയ്താലും അത് ഒരു വെറൈറ്റി, പിന്നെ ഡയറക്ഷനാണെങ്കിലും അഭിനയമാണെങ്കിലും എല്ലാം. കാരണം സകല കലാവല്ലഭനാണ് നമ്മുടെ രാജുവേട്ടൻ. അതുകൊണ്ട് എനിക്ക് പറയാൻ വാക്കുകളില്ല. കാരണം ഞാൻ സാറിൻ്റെ കട്ട ഫാനാണ്. അതിലുപരി ഞാൻ സാറിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളം ആയി സിനിമ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നു. പിന്നെ ഈ എമ്പുരാനിൽ ഞാൻ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. അത് ക്രൗഡ് സീനാണ്. അപ്പോൾ അതിലുപരി അതിൽ എൻ്റെ ഫ്രെയിം കിട്ടിയിട്ടില്ലെങ്കിലും എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്, അതിൽ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ. അല്ല രജീഷ്, ഈ പൃഥ്വിരാജിൻ്റെ കടുത്ത ആരാധകനാണ്, പൃഥ്വിരാജിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്നു. പൃഥ്വിരാജിനെ ഒന്ന് നേരിട്ട് കാണാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടോ താങ്കൾക്ക്? ഞാൻ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയിൽ ലൊക്കേഷനിലുണ്ടായിരുന്നു. അപ്പോൾ രാജുവേട്ടനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സെൽഫി എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ രാജുവേട്ടൻ്റെ കണ്ടു, പക്ഷെ സംസാരിച്ചു, പുള്ളി വിഷ് ചെയ്തു. നേരിട്ട് കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അല്ല, പൃഥ്വിരാജ് ഒരു നല്ല വ്യക്തിയാണ്. സിനിമാ ലോകത്ത് ഏറ്റവും മാന്യനായ വ്യക്തി. മാത്രമല്ല ഇടപഴകുന്ന കാര്യത്തിൽ, മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്ന കാര്യത്തിൽ, കലാകാരന്മാരെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ താങ്കളൊരു കലാകാരനാണ്, പെരിന്തൽമണ്ണയുടെ കലാകാരൻ. മാത്രമല്ല പൃഥ്വിരാജിൻ്റെ സിനിമയോടുള്ള കടുത്ത ആരാധനയും അദ്ദേഹത്തോടുള്ള കടുത്ത ആരാധനയും. അദ്ദേഹത്തെ നേരിട്ടൊന്ന് കണ്ടിട്ട് ഒരു അവസരം, നല്ലൊരു വേഷം തരാൻ ഒരുപക്ഷെ പറഞ്ഞാൽ അദ്ദേഹം നല്ലൊരു വേഷം തരില്ലേ? തീർച്ചയായിട്ടും. പക്ഷേ രാജുവേട്ടനെ കാണാനുള്ള ഒരു അവസരം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ എനിക്ക് സംസാരിക്കാൻ ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല. കാരണം രാജുവേട്ടൻ എപ്പോഴും ബിസി മാനാണ്. കാരണം ഏത് മേഖലയിലാണെങ്കിലും പുള്ളി ഭയങ്കര ബിസി മാനാണ്. അതുകൊണ്ട് തന്നെ കാണാൻ അവസരം കിട്ടിയാൽ എനിക്ക് വളരെ സന്തോഷം. അതിനൊരവസരം തന്നാൽ വളരെ സന്തോഷം. ഈ എമ്പുരാനെ കുറിച്ച് എന്താണ് ഇപ്പോൾ ആദ്യ പ്രതികരണം, അഭിപ്രായം? ഈ കഴിഞ്ഞ ദിവസമൊക്കെ എല്ലാ റിവ്യൂസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, എന്താണ് അഭിപ്രായം? എമ്പുരാൻ ഒരു റെക്കോർഡ് മൂവി ആയിരിക്കും. കാരണം ഇപ്പോൾ തന്നെ 100 കോടി അടുത്തിരിക്കുന്നു കളക്ഷൻ. ഇതെന്തായാലും ഒരു 100 ഒരു 100-300 കോടി കിടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് രാജുവേട്ടൻ ഇതിൽ. രാജുവേട്ടനാണ് ഇതിൻ്റെ ഡയറക്ഷൻ. ഞാനും ഈ ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെയിലും മഴയും താണ്ടി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കാരണം അഭിനേതാക്കളാണെങ്കിലും സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളാണെങ്കിലും ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബലം എന്തായാലും ഈ പടത്തിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും എന്ന് 100% എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. രജീഷ് കുന്നപ്പിള്ളി, മസൂദ് ഈ ചിത്രത്തിലെ പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിൻ്റെ വേഷത്തിൽ തന്നെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ വേഷപ്പകർച്ച പ്രേക്ഷകർ കാണുക. പൃഥ്വിരാജ് എന്ത് വേഷം ചെയ്താലും ആ വേഷത്തിൽ പെരിന്തൽമണ്ണയിലെ തിയേറ്ററിൽ തീർച്ചയായും ഈ രജീഷ് കുന്നപ്പിള്ളിയെ കാണാം. ഏതായാലും പൃഥ്വിരാജ് താങ്കൾക്ക് നേരിട്ട് കണ്ട ഒരു നല്ല വേഷം തരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. താങ്ക് യു.